ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേറ്റുകളുടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസുകളുടെ പ്രധാനപ്പെട്ട മെഷറബിൾ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഗ്യാസ് ലോസ് എക്സ്പ്ലെയിൻ ചെയ്തു. അല്ല, എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ കാര്യമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രോബ്ലം സെക്ഷനുകളിൽ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കാര്യം, ഇന്നെല്ലാം പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ പ്രോബ്ലം സെക്ഷനുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അത് 273 കെൽവിൻ ടെമ്പറേച്ചർ, 273 കെൽവിൻ ടെമ്പറേച്ചർ, 273 കെൽവിൻ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി 1 ബാർ പ്രഷർ, ഇതിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് പ്രഷർ. ഓക്കെ, ഇനി ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് വന്നു എന്ന് വിചാരിക്കുക. അതായത് 273 കെൽവിൻ ആൻഡ് 1 ബാർ പ്രഷർ. അതിന് പറയുന്ന പേരാണ് 273 Kelvin temperature and pressure is equal to 1 bar. ഈ കണ്ടീഷനെ ഒരുമിച്ച് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ, STP കണ്ടീഷൻ. എന്താണ്? STP കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ ഓർ STP കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കണം. എന്നാൽ P is equal to 273 Kelvin and P is equal to 1 bar pressure, and this condition is called standard temperature and pressure condition or STP condition. ഇനി ഇതിനെ നമുക്ക് പ്രോബ്ലം ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഓക്കേ, അപ്പോൾ STP എന്നാണ് നിങ്ങൾ പഠിച്ചു. STP. ഇനി ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 3 ഗ്യാസുകൾ എടുക്കുന്നു. 3 കണ്ടെയ്നറുകളിലായിട്ട് 3 ഗ്യാസുകൾ. ഇതൊരു കണ്ടെയ്നർ, ഇത് വേറൊരു കണ്ടെയ്നർ, ഇതാ ഞാൻ മൂന്നാമത്തെ ഒരു കണ്ടെയ്നർ കൂടി എടുക്കുന്നു, ഇതാ മൂന്നാമത്തെ കണ്ടെയ്നർ. 3 കണ്ടെയ്നറുകളിലായിട്ട് 3 ഗ്യാസ് എടുക്കുന്നു. ഇത് ഗ്യാസ് നമ്പർ 1, ഗ്യാസ് നമ്പർ 2, ഗ്യാസ് നമ്പർ 3. 3 കണ്ടെയ്നറുകൾ ഞാൻ എടുക്കും. ഈ കണ്ടെയ്നറിൽ ഈ മൂന്ന് കണ്ടെയ്നറുകൾ എന്താണ്? 3 ഗ്യാസുകളാണ്. ഈ 3 കണ്ടെയ്നറുകളും എടുത്തിരിക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലാണ്. ആ ടെമ്പറേച്ചർ 273 കെൽവിനാണ്. ഒരേ പ്രഷറിലാണ്. ആ പ്രഷർ 1 ബാർ പ്രഷറാണ്. സോ 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിലും ഞാൻ 3 വ്യത്യസ്ത ഗ്യാസുകൾ എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ 3 ഗ്യാസിലുമുള്ള ഗ്യാസിന്റെ എമൗണ്ട്, ഒന്നാമത്തെ ഗ്യാസ് ഫോർ എക്സാമ്പിൾ ഞാനിത് ഹൈഡ്രജൻ ഗ്യാസ്, ഇത് ഓക്സിജൻ ഗ്യാസ്, ഇത് നൈട്രജൻ ഗ്യാസ്, ഇങ്ങനെ 3 ഗ്യാസുകളാണ് എടുത്തത് വിചാരിക്കാം. എല്ലാം 1 മോളാണ് ഉള്ളത്. 1 മോളാണ്. 1 മോൾ. ഇത് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ഈക്വൽ എമൗണ്ട് ഗ്യാസ് എടുത്തിട്ടാണ് ഉള്ളത്, അല്ലെ? ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും 3 ടെമ്പറേച്ചറും 3 പ്രഷറും സെയിം ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷറിലും എടുത്തിട്ടുള്ള ഗ്യാസുകളിലെ നമ്പർ ഓഫ് മോൾസ്, എമൗണ്ട് ഓഫ് ഗ്യാസ് ഈക്വൽ ആണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? അവോഗാഡ്രോസ് ലോ എന്നാണെന്ന് പറയുന്നത്. ഈക്വൽ number of moles of all gases have equal equal volume under constant temperature and pressure.
ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ഒരേ നമ്പർ ഓഫ് മോൾസ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ മൂന്ന് ഗ്യാസുകളുടെ വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ? ഓർമ്മയിലാണോ ഈ പ്രൊപ്പോർഷണൽ എന്നുള്ളത്? അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ആ വോളിയം എത്രയെന്ന് അറിയാവോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ആ വോളിയം 22.71 ലിറ്റർ ആയിരിക്കും. ഇതിലുള്ള ഗ്യാസിന്റെ വോളിയം 21.71, ഇതിന്റെയും 22.71 ലിറ്റർ, ഇതിന്റെയും 22.71 ലിറ്റർ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഈ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഏത് കണ്ടീഷനിലാണ്? STP-യിലാണ്. ഓക്കെ, അപ്പൊ STP നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് നിഗമനം എന്താണ്? STP-യിൽ എടുത്തിട്ടുള്ള ഒരു മോൾ ഗ്യാസിന്റെ വോളിയം, അത് ഏത് ഗ്യാസുമായിക്കൊള്ളട്ടെ, ഗ്യാസിന്റെ നേച്ചർ പ്രശ്നമല്ല. STP-യിൽ എടുത്തിട്ടുള്ള ഒരു മോൾ ഗ്യാസിന്റെ വോളിയം, STP-യിൽ ഉൾക്കൊള്ളുന്ന, STP-യിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു മോൾ ഗ്യാസിന്റെ വോളിയം അത് എത്രയാണ്? എപ്പോഴും 22.71 ലിറ്റർ. So volume of 1 mole gas in STP is always 22.71 liter. Very good. Okay. ഇനി പറയാവുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഈ പറയപ്പെട്ടത് STP-യുടെ പുതിയ ഡെഫിനിഷനാണ്. ഓക്കെ, ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം STP, ഇതിന് മുമ്പ് STP ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. STP എന്ന് പറഞ്ഞാൽ ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം STP ടെമ്പറേച്ചർ അത് തന്നെ 273 കെൽവിൻ ടെമ്പറേച്ചർ തന്നെ. പ്രഷർ പക്ഷേ 1 ബാർ ആയിരുന്നില്ല, 1 ATM ആയിരുന്നു. ATM ഭാഗം വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ 1 ATM ആയിരുന്നു ഓൾഡ് കോൺസെപ്റ്റിലെ STP. അപ്പൊ STP-ന്റെ വീണ്ടും ഡിഫൈൻ ചെയ്തു. അടുത്ത കാലത്താണ് STP-യുടെ പുതിയ ഡെഫിനിഷൻ കൊണ്ടുവന്നത്. STP എന്ന് പറഞ്ഞാൽ പ്രഷർ 1 ബാർ ആണ്, 1 ATM അല്ല എന്നുള്ളത് IUPAC പിന്നീടാണ് ഡിഫൈൻ ചെയ്തത്, പുതുതായിട്ട് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം STP എന്ന് പറയുന്നത് 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 ATM പ്രഷർ. അപ്പൊ ഈ STP കണ്ടീഷനിൽ ഒരു മോൾ ഗ്യാസ് എടുത്തപ്പോൾ അവിടുത്തെ വോളിയം എത്ര അറിയാവോ? അവിടുത്തെ വോളിയം 22.414 ലിറ്റർ. സിമ്പിൾ ആയിട്ട് 22.4 ലിറ്റർ. ഓക്കെ, അപ്പൊ ഓൾഡ് കോൺസെപ്റ്റ് പ്രകാരം ഇതാണ് STP കണ്ടീഷൻ. ഈ STP കണ്ടീഷനിൽ ഒരു മോൾ ഗ്യാസ് എടുത്താൽ ആ ഗ്യാസിന്റെ വോളിയം എത്രയാണ്? 22.414 ലിറ്റർ ഓർ 22.4 ലിറ്റർ. അതേസമയം പുതിയ കോൺസെപ്റ്റ് പ്രകാരം STP എന്താണ്? 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 ബാർ പ്രഷർ. ആ കണ്ടീഷനിലാണ് നമ്മൾ 1 മോൾ ഗ്യാസ് എടുക്കുന്നതെങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? 22.71 ലിറ്റർ. ഇനി വരുമ്പോ നമ്മൾ ഈ ബുക്കിൽ പ്രോബ്ലം ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ STP എന്ന് കാണുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ STP കണ്ടീഷനാണ്. പുതിയ STP കണ്ടീഷനല്ല ടെക്സ്റ്റിലൊന്നും ഉപയോഗിച്ചിട്ടുള്ളത്, പഴയ STP കണ്ടീഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ STP നിങ്ങൾ പ്രോബ്ലത്തിൽ കണ്ടാൽ അത് ടെമ്പറേച്ചർ 273 കെൽവിൻ ആണ് ആൻഡ് പ്രഷർ 1 ATM ആണ്, ബാർ അല്ല. അവിടെ ഒരു മോൾ ഗ്യാസിന്റെ വോളിയം 22.71 ലിറ്റർ അല്ല, 22.414 ലിറ്റർ. സിമ്പിൾ ആയിട്ട് 22.4 ലിറ്റർ എന്ന് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ STP ഓക്കെ. അപ്പൊ ഞാനിനി നെക്സ്റ്റ് പറയട്ടെ, പുതിയ കോൺസെപ്റ്റ് പറയട്ടെ. അപ്പൊ ഇന്നെല്ലാം പറയുന്നത് വലിയ ടോപ്പിക്കുകളൊന്നും അല്ല, എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. നമുക്ക് 2 മാർക്കിനോ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ നമുക്കിത് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി നോക്കാം മക്കളെ. അടുത്തത് പുതിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെമിസ്ട്രി പഠിക്കുന്നിടത്തോളം കാലം മറന്നു പോകാൻ പാടില്ലാത്തൊരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. പറയട്ടെ, നമ്മൾ ഗ്യാസ് ലോസ് ഓർമ്മയുണ്ടല്ലോ, 4 ഗ്യാസ് ലോസ് ഏതെല്ലാം? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ആൻഡ് ഗെയിൽ-സാക്സ് ലോ. അതിൽ ആദ്യത്തെ 3 ഗ്യാസ് ലോസ് നോക്കിക്കോ. according to Boyle's law, ചെറിയ ഡെറിവേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ചെറിയൊരു ഡെറിവേഷൻ ആണ്. according to Boyle's law, V proportional to 1/p ആണല്ലോ. V proportional to 1/p അല്ലേ? at constant
at constant അവിടെ എന്തൊക്കെയാ കോൺസ്റ്റന്റ് T and N constant ആണ്. What is Charles law? According to Charles law എന്താണ് V proportional to T in Kelvin. അവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? At constant P and N അല്ലേ? At constant P and N. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Then according to Avogadro's law V proportional to N at constant അവിടെ എന്തൊക്കെയാ കോൺസ്റ്റന്റ്? At constant T and P. അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്. ആ മൂന്ന് ഇക്വേഷൻസിന്റെ LHS ലുള്ളത് സെയിം അല്ല V അല്ലേ? അങ്ങനെ RHS ലാണ് വ്യത്യാസമുള്ളത്. P ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ, അതേ V T ക്ക് ഡയറക്ട്ലി പ്രൊപോർഷണൽ, അതേ V M ന് ഡയറക്ട്ലി പ്രൊപോർഷണൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാം. ഓക്കേ, ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കും. ഈ മൂന്ന് ഇക്വേഷൻസിനെ ഞാൻ കമ്പൈൻ ചെയ്യും. ഓക്കേ, ഈ മൂന്ന് ഇക്വേഷൻസിനെ ഞാൻ കമ്പൈൻ ചെയ്യുന്നു ഫ്രം 1, 2 and 3. ഈ മൂന്നെണ്ണത്തിനെ ഞാൻ കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞേ. RHS സെയിം അല്ല, LHS സെയിം അല്ലേ? അപ്പോൾ V proportional to 1/P, അതേ V proportional to T, അതേ V proportional to N അല്ലേ? ഇതാണ് ബോയ്സ് ലോ, ഇതാണ് ചാൾസ് ലോ, ഇതാണ് അവഗാഡ്രോസ് ലോ. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താന്ന് അറിയാമോ? V proportional to ഇങ്ങനെ എഴുതിക്കൂടെ? NT/P. ഓക്കേ, ഈ P നെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. PV is proportional to NT. സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കോ PV is equal to എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് വരില്ലേ? ആ കോൺസ്റ്റന്റ് ആണ് ഇതാ എല്ലാ കാലത്തും അറിയിരിക്കേണ്ട കോൺസ്റ്റന്റ്, മറക്കാൻ പാടില്ല. എല്ലാ കാലത്തും അറിയേണ്ട കോൺസ്റ്റന്റ് R. So PV is equal to nRT. ഓക്കേ, അപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ കിട്ടി. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ഒരിക്കലും ഒരു കാലത്തും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷൻ. PV is equal to nRT. And this equation is called ideal gas equation. Ideal gas equation. Ideal gas equation. അപ്പോൾ എങ്ങനെ ഡിറൈവ് ചെയ്ത് നോക്കേ? നമ്മൾ ഗ്യാസ് ലോസിലെ ആദ്യത്തെ 3 ലോസ് ഉപയോഗിക്കുന്നു. അതിലല്ലേ വിയുടെ ടേം ഉള്ളത് അല്ലേ? ആ മൂന്നെണ്ണത്തിൽ വി ഗ്യാസിന്റെ വോളിയം ബാക്കി മൂന്നെണ്ണവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് കാണിക്കുന്നു അല്ലേ? ഓർമ്മയില്ലടാ? PVNT 4 ക്വാണ്ടിറ്റികളാണ് ഉണ്ടായത്. അപ്പൊ ആദ്യത്തെ 3 എണ്ണത്തിന് V ബാക്കിയുള്ള 3 എണ്ണവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. ആ 3 ഗ്യാസ് ലോസിൽ നിന്ന് നമ്മൾ എന്താക്കി? ഒരു പുതിയ ഇക്വേഷന്റെ എഴുതിയാണ്. Boyle's law പ്രകാരം V proportional to 1/P, Charles law പ്രകാരം V proportional to T, Avogadro's law പ്രകാരം V proportional to N. ഈ 3 ഇക്വേഷൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? V proportional to 1/P into T into N. That means NT/P. P നെ ഇങ്ങോട്ട് എടുത്ത് PV proportional to NT. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു ഈക്വൽ ടു സൈൻ കൊണ്ടുവരും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് വരും? ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് R. അയാളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, പറയും. നമുക്ക് ആ കിട്ടിയ ഇക്വേഷന്റെ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അല്ലെങ്കിൽ വേറെ പേരുണ്ട്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഗ്യാസ്. എന്നാണ്
equation of state of the gas. Equation of state of the gas. ഇനി ആർ അയാൾ പറയുന്നത് ആറിന്റെ പേരാണ്, മറക്കരുത്, ആറിന്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഗ്യാസ് കോൺസ്റ്റന്റിനാണ് ശരിക്കും പേര്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞപ്പെടുന്ന അറിയാവോ? ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ ടെമ്പറേച്ചർ മാറുമ്പോഴോ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ സമയത്തിനനുസരിച്ചിട്ടോ കാലത്തിനനുസരിച്ചിട്ടോ ഒന്നും മാറാൻ പാടില്ല. എപ്പോഴും ഒരു സ്ഥിരമായ വാല്യൂ, ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ എപ്പോഴും ഒരു സ്ഥിരമായ വാല്യൂ ആണെങ്കിൽ അതിന്റെ പേരാണ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്, ജി, ക്യാപിറ്റൽ ജി, ഫിസിക്സിൽ പഠിക്കുന്നത്. അതേപോലെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ടൈം മാറുമ്പോൾ അത് മാറില്ല, സമയം മാറുന്നതനുസരിച്ചിട്ട് ആറിന്റെ വാല്യൂ മാറില്ല, സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് ആറിന്റെ വാല്യൂ മാറില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കില്ല ഈ ആറിന്റെ വാല്യൂ അറിയാം. ആറിന് ഡിഫറെന്റ് എന്താ പറയാ യൂണിറ്റുകളിൽ ഡിഫറെന്റ് വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് അപ്പോൾ ആറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ട്. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് നോക്കി, ഇന്നെടുത്ത് ഈ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് എങ്ങനെ ചെയ്തെന്ന് നോക്കിയേ. ഓക്കെ, അപ്പൊ ഞാനിത് വായിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്യാസിന്റെ മോളിക്കുലാർ മാസും അതിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനുണ്ട്. മോളിക്കുലാർ മാസും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാം. റിലേഷൻ ബിറ്റ്വീൻ molecular mass and density of a gas. Molecular mass and density of a gas. Molecular mass and density of a gas. അതെ, സിമ്പിൾ ആണ്. ഈ പറയപ്പെട്ട അത് പ്രോബ്ലം എല്ലാം ഇന്ന് പറയുന്നത് മിക്കവാറും എല്ലാ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് ആ ഡിറൈവ് ചെയ്യുന്നത് നോക്കണം. ചിലപ്പോൾ ഡെറിവേഷൻ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചെന്ന് വരാം. ഓക്കെ, അപ്പോൾ നോക്കോ, നമ്മുടെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിന്റെ മാസ്, ഗ്രാമിലുള്ള മാസ് W ആണ്. നമ്മുടെ W മാസ് ഇൻ ഗ്രാം. ആരുടെ ഗ്യാസിന്റെ, നമ്മളെ കയ്യിലുള്ള ഗ്യാസിന്റെ ഗ്രാമിലുള്ള മാസ് ആണ് W. ഓക്കെ, M എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലാർ മാസ് ആണ്. M എന്താണ്? മോളിക്കുലാർ മാസ്. M മോളിക്കുലാർ മാസ്, W മാസ് ഇൻ ഗ്രാം, M മോളിക്കുലാർ മാസ്. എന്താണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ്? നമുക്ക് കണ്ടെത്തേണ്ടത് ഇതാണ്. ഈ എമ്മും അതിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രത, മലയാള കുട്ടികൾ സാന്ദ്രത. Then what is ideal gas equation?
ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ PV is equal to nRT അല്ലേ? PV is equal to nRT or equal to പണ്ട് നമ്മൾ പഠിച്ചതാണ്, പണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്, number of moles is always equal to mass in gram divided by molecular mass അല്ലേ? mass in gram divided by molecular mass. അപ്പോൾ എങ്ങനെ പറയുന്നത് ഇവിടെ കൊടുത്തുകൂടെ പിള്ളേരെ? അപ്പോൾ എന്താവും? WRT by m അല്ലേ? ഇനി ഞാൻ വോളിയം ഉണ്ടല്ലോ, ആ വോളിയത്തിന് ഞാൻ താഴോട്ട് എടുക്കുന്നു. അപ്പോൾ എന്താവും? P is equal to WRT by m into V. ഓക്കെ അല്ലേ? ഇത് നോക്കാം. ഇതെന്താണ്? ഇത് മാസ്, ഇത് വോളിയം. എന്താണ് മാസ് ബൈ വോളിയം? മാസ് ബൈ വോളിയം എന്താ? മാസ് ബൈ വോളിയം is the density അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് ഡെൻസിറ്റി ആണ്. സോ W by V, which is the mass by volume, which is the density T. അപ്പോൾ ഈ ടേമിന് ഡെൻസിറ്റി കൊടുത്തൂടെ? സോ P is equal to DRT എന്നാണ്, DRT by M. From this M is equal to M ഇങ്ങോട്ട് എടുക്കാം, P ഇങ്ങോട്ട് എടുക്കാം. M is equal to DRT by P. ഇതാണ് മോളിക്കുലാർ മാസും ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ. സിമ്പിൾ അല്ലേ? ഒന്നുകൂടി നോക്ക്. നമ്മളെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിന്റെ ഗ്രാമിലുള്ള മാസ് ആണ് W, അതിന്റെ മോളിക്കുലാർ മാസ് ആണ് M. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. അതിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. അതെന്താണ്? അത് ഗ്രാമിലുള്ള മാസ് ബൈ മോളിക്കുലാർ മാസ്, മാസ് ഇൻ ഗ്രാം ബൈ മോളിക്കുലാർ മാസ്. അത് നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ എന്തായി? WM by m into RT. ഇനി V നെ താഴോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W by V കിട്ടി. മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം is the density. അപ്പോൾ ഡെൻസിറ്റി D അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P is equal to DRT by M. M നെ ഇങ്ങോട്ട് എടുക്കാം, P നെ ഇങ്ങോട്ട് എടുക്കാം. സോ P is equal to DRT by P. ക്ലിയർ അല്ലേ? സിമ്പിൾ റിലേഷൻ. നോക്കിക്കോ. ഓക്കേ. ഇനി കൂടെ തന്നെ ഒരു ചെറിയ ഇക്വേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. We have ideal gas equation PV is equal to nRT. ആണല്ലോ? PV is equal to nRT. We have ideal gas equation PV is equal to nRT. ഇതിൽ എന്താണ് മക്കളെ? പിന്നെ R is equal to PV by NT അല്ലേ? നമ്മളെ കയ്യിൽ 1 മോൾ ഗ്യാസ് ആണ് ഉണ്ടെങ്കിൽ വിചാരിക്കുക. For 1 mole gas എങ്ങനെ എഴുതാം? R is equal to PV by T എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്യാസിന്റെ പ്രഷറിനെ വോളിയം കൊണ്ട് പ്രഷറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. PV by T is a constant. ഓക്കേ, എന്നാണ് PV by T is a constant. ഓക്കേ, അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിന് ഇപ്പോഴുള്ള പ്രഷർ P1, അതിന്റെ വോളിയം P1, അതിന്റെ ടെമ്പറേച്ചർ T1. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? P1 into V1 by T1 is equal to R. കാരണം കൊണ്ട് കിട്ടിയത്. ഇനി ഞാൻ പ്രഷർ മാറ്റുമ്പോൾ വോളിയം മാറിയപ്പോൾ പ്രഷർ വോളിയം മാറി, ടെമ്പറേച്ചർ മാറി. P1 എന്നുള്ളത് P2 ആയി, V1 എന്നുള്ളത് V2 ആയി, T1 എന്നുള്ളത് T2 ആയി. അതേ ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? P2 V2 by T2. അതെന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അതായത് ആ കോൺസ്റ്റന്റ് എത്രയാ? R. ഒരു ഗ്യാസിന്റെ ഒരു പർട്ടിക്കുലർ സമയത്തുള്ള പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ is always constant and that constant is equal to R. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അതെങ്ങനെ എഴുതാം? P1 V1 by T1 is equal to R. P2 V2 by T2 is equal to R. അപ്പോൾ ഇത് രണ്ടും R ഈക്വൽ ആണ് എങ്കിൽ ഇത് രണ്ടും ഈക്വൽ എന്നല്ല അർത്ഥം. That means P1 V1 by T1 is equal to P2 V2 by T2. അല്ലേ?
and this is called combined gasification. എന്താണ് combined gasification? Combined gasification. Combined gasification. Okay. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. ആദ്യം നമ്മൾ STP പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം മോളിക്കുലാർ മാസും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം കമ്പൈൻഡ് ഗ്യാസിഫിക്കേഷൻ പഠിച്ചു. ഓക്കെ ഓക്കെ. ഇനി ഇത് പറഞ്ഞ സമയത്ത് ഞാനൊന്ന് സാന്ദർഭികമായിട്ടൊന്ന് ഞാൻ ഉണർത്തട്ടെ, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. ഈ ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ ഉണ്ടല്ലോ, എന്താ PV = nRT. PV = nRT. ആ ഇക്വേഷൻ PV = nRT എന്നുള്ള ഇക്വേഷൻ, ഇത് ഗ്യാസിനുള്ള ഇക്വേഷൻ അല്ലല്ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന എങ്ങനെ ഒബേ ചെയ്യുന്നത്? എല്ലാ പ്രഷറിലും എല്ലാ ടെമ്പറേച്ചർ മാറുമ്പോഴും പ്രഷർ മാറുമ്പോഴും, ഏത് ടെമ്പറേച്ചറുമായിക്കൊള്ളട്ടെ ഏത് പ്രഷറുമായിക്കൊള്ളട്ടെ, അവർ ഗ്യാസ് ഈ ഇക്വേഷൻ സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നു എങ്കിൽ ആ ഗ്യാസിന് പറഞ്ഞ പേരാണ് ഐഡിയൽ ഗ്യാസ്. എന്താണ് ഐഡിയൽ ഗ്യാസ്? ആദർശവാതകം. ഐഡിയൽ ഗ്യാസ് ആദർശവാതകം. അപ്പൊ എന്താണ് ഐഡിയൽ ഗ്യാസ്? A gas which obey ideal gas equation in all temperature and pressure condition. എടാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കി എന്തെന്നാ? ഗ്യാസ് ലോസിൽ നിന്നല്ലേ? ആ 3 ഗ്യാസ് ലോസിൽ നിന്നല്ലേ ഉണ്ടാക്കിയത്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് ഏത് ടെമ്പറേച്ചർ മാറിക്കൊള്ളട്ടെ പ്രഷർ മാറിക്കൊള്ളട്ടെ ആ ഗ്യാസ് എപ്പോഴും P proportional to 1/V ആയിരിക്കണം. That means V proportional to 1/P ആയിരിക്കണം, V proportional to T ആയിരിക്കണം, P proportional to N ആയിരിക്കണം. അതുവഴി PV = nRT ആയിരിക്കണം ആ ഗ്യാസിന്റെ കേസിൽ എപ്പോഴും. എങ്കിൽ ആ ഗ്യാസിന് പറഞ്ഞ പേരെന്താണ്? ഐഡിയൽ ഗ്യാസ്. ഇന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഐഡിയൽ ഗ്യാസ് ഇല്ലാതെ പറഞ്ഞാൽ എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും PV = nRT എന്നുള്ള ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസും ഇല്ല. ചില ഗ്യാസുകളുണ്ട്, ചില പ്രത്യേക ടെമ്പറേച്ചർ റേഞ്ചിൽ അല്ലെങ്കിൽ പ്രഷർ റേഞ്ചിൽ ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. എല്ലാ ടെമ്പറേച്ചറും ഇല്ല, ഒരു പ്രത്യേക ടെമ്പറേച്ചർ റേഞ്ച്, ആ ടെമ്പറേച്ചറിന്റെ ഉള്ളിൽ, ആ ഒരു പ്രഷറിന്റെ ഉള്ളിൽ അത് ഈ PV = nRT ആയിരിക്കും. അതല്ലാത്ത ടെമ്പറേച്ചറിലോ അതല്ലാത്ത പ്രഷറിലോ PV ഒരിക്കലും nRTക്ക് ഈക്വൽ ആവുന്നില്ല.